ഞാൻ അവിടുന്ന് അങ്ങോട്ടല്ല, വർഗീയതയാണ് ഇതിലെ പ്രധാനം. ഇതൊരു ചെറിയ ഇഷ്യൂ ആണ്. ഞാൻ സുന്നിയാണോ, ഞാൻ മുജാഹിദാണോ, ഞാൻ ജമാഅത്താണെന്നുള്ളത് ഞാനും പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ സുന്നി എന്ന പ്രസ്ഥാനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരുത്തൻ്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ട ഗതികേട് കെ എം ഷാജിക്കില്ല. ഇവിടെ പലതരം സമൂഹം ഉണ്ട്, പലതരം വിശ്വാസികളുണ്ട്. അവരൊക്കെ ജീവിക്കുന്നതിനിടയിൽ ഞാൻ മുസ്ലിമാണോ എന്നുള്ള ആയതിൻ്റെ പേരിലുള്ള കുഴപ്പമുണ്ടാക്കുക അവിടെ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ഇടയ്ക്ക് സുന്നി മുജാഹിദ് പറഞ്ഞിട്ട്. ഇത്തരം വിഷയത്തിൽ ഒരു സംഘടനാ സമുദായത്തിനകത്തും സംഘടനക്കകത്തും മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഐഡന്റിറ്റി ഈ വിഷയത്തിൽ തെളിയിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അതിലെനിക്ക് യാതൊരു ഭയമില്ല, ഞാൻ തെളിയിച്ചോളൂ. തൽക്കാലം പത്രക്കാരോട് ഈ വിഷയത്തിൽ മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. സഖാക്കൾ അങ്ങനെ പലതരതും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ടതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ആണല്ലോ, ആണോ? നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ഈ സാധനം അല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാം. സമുദായത്തിന് വേണ്ടി വാദിക്കുന്നത് വർഗീയതയാണെങ്കിൽ ഞാൻ വർഗീയവാദിയാണ്, നോ ഡൗട്ട്. ഗുരു വർഗീയവാദിയാണ്, അയ്യങ്കാളി വർഗീയവാദിയാണ്, പാർലമെന്റിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി വർഗീയവാദിയാണ്, ആ കൂട്ടത്തിൽ ഞാൻ വർഗീയവാദിയാണ്. സമുദായത്തിന് വേണ്ടി UDF ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമാണ്. അപ്പൊ UDF ഭരണത്തിൽ വന്നാൽ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലല്ല, അതിന്റെ മറുപടി നിങ്ങൾ തന്നെ പറയണം. കാരണം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണത്, എന്റെ സ്റ്റേറ്റ്മെന്റ് അതല്ല. അതിന്റെ മറുപടി നിങ്ങളാ പറയേണ്ടത്. അല്ല, അങ്ങനെ അർത്ഥം ആർക്കൊക്കെ വെക്കാന്ന് അർത്ഥം വെച്ചിട്ട് കുഴപ്പമാക്കലാണല്ലോ ഇവിടുത്തെ കാര്യപ്പെട്ട പണി. ഞാൻ പറഞ്ഞത് എന്താണ് എന്നത് വിശദീകരിക്കേണ്ട റെസ്പോൺസിബിലിറ്റി മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് റെക്കോർഡഡ് ആണ്, അത് വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. കഴിഞ്ഞ 5 വർഷം എന്നല്ല 9 വർഷം കേരളത്തിൽ നഷ്ടപ്പെട്ട ഞാൻ നിങ്ങളോട് പത്രക്കാരോട് ഞാൻ പറയാം, ഞാനൊരു ഡിബേറ്റ് നടത്താം, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. ഞാനല്ല, ഞാൻ നേതൃത്വം കൊടുത്ത് ഞാൻ കേരളത്തിലെ എക്സ്പേർട്ടുകളെ ഇരുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ സംവരണത്തിലെ തിരികെ കയറ്റലുകൾ വഴി നഷ്ടപ്പെട്ടു പോയ സംവരണത്തിന്റെ കണക്ക് ഞാൻ പറയാം. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ റെഡിയാണോ? സത്യസന്ധമായ കാര്യം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഡോക്യുമെന്റലായിട്ട് ഞാൻ പറയാം. 1 അല്ല 10 അല്ല 100 അല്ല ആയിരക്കണക്കിന് എത്രയോ വർഷമായിട്ട് കേരളത്തിലെ പൊതുരാഷ്ട്രീയ മണ്ഡലം സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ നിങ്ങളോട് മാപ്പും പറയാൻ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. നഷ്ടപ്പെട്ടു പോയി എന്ന് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യത്തെ ഞാൻ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടില്ല എന്നും പറയില്ല. പോയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ കേരളത്തിൽ ഞങ്ങളെ കമ്മ്യൂണിറ്റി, ഞങ്ങളുടെ സമുദായം, ആ സമുദായത്തെ പൂർണ്ണമായിട്ട് അജണ്ട ഉണ്ടാക്കിയിട്ട് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി നഷ്ടപ്പെടുത്തുമ്പോൾ നോക്കിയിരിക്കാൻ എന്തിനാ മുസ്ലിങ്ങൾ യാതൊരു മടിയില്ലാതെ എന്നെ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നാണല്ലോ. പിന്നെ എന്തിനാ അത്? ഭരണഘടനാപരമായ അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്. ഭരണഘടനാപരമായ അവകാശം, ജനസംഖ്യാനുപാതികമായ പരിഗണന. ആ പരിഗണനയ്ക്ക് വേണ്ടി വാദിക്കുന്നത് വർഗീയതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഗുരു വർഗീയവാദിയാണ്, അതെ, പിന്നെ മന്നത്ത് പത്മനാഭൻ വർഗീയവാദിയാണ്, അയ്യങ്കാളി വർഗീയവാദിയാണ്, എല്ലാവരും. അതുകൊണ്ട് ഐഡിയോളജിയിൽ മാറ്റം വരുമോ? ഞാൻ MLA ആയാൽ, ഞാൻ മന്ത്രിയായാൽ ഐഡിയോളജിയിൽ മാറ്റം വരുമോ? ഞാൻ സമുദായ സംഘടന നേതാവാണ്. അല്ലല്ല, മാത്രമല്ല അവർക്ക് വേണ്ടി വേണം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷ സംഘാടനത്തിന്റെ എന്താണോ, നിങ്ങൾ ഇന്ത്യയിലെ മാത്രമല്ല UN ഒരു ചാർട്ടർ ഉണ്ട്, പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമുണ്ട്, നെഹ്റു അനുവദിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ബി പോക്കർ സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുന്നേറ്റിട്ട് നെഹ്റുവിന്റെ മുമ്പ് പറയുന്നത് എന്റെ സമുദായം എന്നാണ്. നെഹ്റു പറഞ്ഞത് അറിയാം, നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നു, ഈ ബില്ല് പാർലമെന്റ് മുഴുവൻ അംഗീകരിച്ച ബില്ല് നിങ്ങളുടെ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ മാറ്റുന്നു എന്നാണ്. പാർലമെന്റിൽ നിന്ന് ബി പോക്കർ സാഹിബ് പറഞ്ഞത് എന്റെ സമുദായം എന്നാണ്. എന്താ കുഴപ്പം? വെള്ളാപ്പള്ളി പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ പറയില്ല കേട്ടോ, നിങ്ങളെന്നല്ല ഉദ്ദേശിക്കുന്നത്, മീഡിയ മുമ്പിൽ ഉണ്ടാകുമ്പോൾ തിളക്കണില്ലല്ലോ. അയാൾ പിന്നെ ഈഴവ സമുദായത്തിന് വേണ്ടി വാദിക്കെങ്കിൽ സന്തോഷം. എന്തിനാ മറ്റുള്ളവരെ ചീത്ത വിളിക്കണത്? നിങ്ങൾ എൻ്റെ ഒരു വാക്കു പറ, ഞാൻ ആരെയാണ് ആക്ഷേപിച്ചത്? അതല്ലേ വർഗീയത? നിങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് മുസ്ലിം സമുദായം തിരിച്ചു, അതാണോ വർഗീയത? ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കണ ഞാൻ പോരാത്തതിന് മുസ്ലിം ലീഗ് എന്ന് സംഘടന മുകളിൽ പേര് ഒട്ടിച്ചു വെച്ചിരിക്കുക. അങ്ങനത്തെ ഒരാൾ ഇത് പറയണതിൽ എന്താ അതിശയം? ആദ്യം നിങ്ങളൊന്ന് രാജിവെക്കൂ എന്നോട് പറയും.